ഞാൻ ഡോക്ടർ ലക്ഷ്മി, കൺസൾട്ടൻറ്റ് ഫാമിലി ഫിസിഷ്യൻ, കീ ഹോൾ ക്ലിനിക്, എറണാകുളം. എന്താണ് ബ്ലഡ് പ്രഷർ, എന്താണ് ഹൈ ബ്ലഡ് പ്രഷർ, ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്ന് നമുക്ക് നോക്കാം. ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലോട്ട് ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് കറക്റ്റായിട്ട് എത്തിക്കുന്നത് ബ്ലഡ് വെസൽസ് അഥവാ രക്തക്കുഴലുകൾ വഴിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഒരു പമ്പ് സെറ്റിനെ കൺസിഡർ ചെയ്യാം. പിന്നെ അത് പമ്പാണ് നമ്മുടെ ഹാർട്ട്. അത് ഈ പമ്പ് സെറ്റിൽ നിന്ന് വെള്ളം കറക്റ്റായിട്ട് എല്ലാ റൂംസിലോട്ട് എത്തിക്കുന്ന പൈപ്സാണ് നമ്മുടെ ബ്ലഡ് വെസൽസ്. നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പം നമ്മുടെ ഈ പമ്പും ഈ പറയുന്ന ബ്ലഡ് വെസൽസും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന വെള്ളം പ്രോപ്പറായിട്ട് എത്തുള്ളൂ. അതേപോലെ തന്നെ ഹാർട്ടും ബ്ലഡ് വെസൽസും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ആയാൽ മാത്രമേ ബ്ലഡ് എല്ലാ ഓർഗൻസിലും പ്രോപ്പറായിട്ട് ഓക്സിജനും ന്യൂട്രിയൻസും എത്തിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് വെസൽസ് വഴി പോകുമ്പോൾ ആ ബ്ലഡ് വെസൽസിൻ്റെ ഭിത്തിയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കുന്നത്. നോർമലായിട്ട് 120/80 താഴെയാണ് നമുക്ക് ബ്ലഡ് പ്രഷർ നിൽക്കേണ്ടത്. അതിനകത്ത് 120 എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ഒരു ഡബ് എന്നുള്ള രീതിയിലാണ് പമ്പ് ചെയ്യുന്നത്. അതിനകത്ത് ഹാർട്ട് കൺട്രാക്ട് ചെയ്യുമ്പോഴുള്ള സിസ്റ്റോളിക് എന്ന് അറിയപ്പെടുന്ന പ്രഷറിനെയാണ് നമ്മൾ 120 എന്ന് കണക്കാക്കുന്നത്. അതിനകത്ത് ഹാർട്ട് റിലാക്സ് ചെയ്യുമ്പോഴുള്ള ഡയസ്റ്റോളിക് പ്രഷറാണ് 80 എന്നുള്ളത്. ഇതിൽ 140-90 മേളിൽ പ്രഷർ നിൽക്കുമ്പോഴാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നത്. എന്നിരുന്നാലും ഓരോ രോഗിയുടെ BP കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്നത് ഡോക്ടർ ആ പേഷ്യൻറ്റിനെ ഹോളായിട്ട് നോക്കിയിട്ടും വേറെ ഏതെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ്. ഇനി എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് അഥവാ ആരിലൊക്കെയാണ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ വരാൻ ചാൻസ് ഉള്ളത്? ഒന്നാമതായിട്ട് ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ ജീൻസ്. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും പാരമ്പര്യമായിട്ട് ഹൈപ്പർ ടെൻഷൻ രോഗമുണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള ചാൻസ് അധികമാണ്. പിന്നെ വാർദ്ധക്യം, നമുക്ക് ഏജ് അങ്ങോട്ട് ഇൻക്രീസ് ആകുമ്പോൾ ഈ ബ്ലഡ് വെസൽസ് സ്റ്റിഫ്നെസ് അനുഭവപ്പെട്ട് ഈ ബ്ലഡ് പ്രഷർ കൂടാനുള്ള ചാൻസും അധികമാണ്. പിന്നെ അമിതമായ വണ്ണം, ആക്റ്റീവ് അല്ലാത്ത ലൈഫ് സ്റ്റൈൽ, അതായത് എക്സസൈസ് ഒന്നും ഇല്ലാത്ത എപ്പോഴും ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, പിന്നെ അമിതമായ സോൾട്ടിൻ്റെ ഇൻടേക്ക് ഡയറ്റിൽ. പൊതുവെ മേൽപ്പറഞ്ഞ കാരണങ്ങളാലാണ് ബ്ലഡ് പ്രഷർ കൂടുന്നത്. എന്നിരുന്നാലും വളരെ ചുരുക്കം ചിലരിൽ മറ്റ് അവയവങ്ങളിലെ ബാധിക്കുന്ന അസുഖങ്ങൾ കാരണവും ഹൈപ്പർ ടെൻഷൻ വരാവുന്നതാണ്. ഇതിനുവേണ്ടി നമ്മളൊരു ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നത് കണ്ടാൽ ഒരു ഡോക്ടറെ സമീപിച്ച് ഡോക്ടർ ആവശ്യാനുസരണമുള്ള ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ? പൊതുവേ ഹൈപ്പർ ടെൻഷനെ നമ്മൾ സൈലൻറ്റ് കില്ലർ എന്നാണ് പറയുന്നത്. കാരണം മെജോറിറ്റി ആളുകളിൽ ഇതിൽ ഒരു സിംറ്റംസ് പോലും കാണാറില്ല. എന്നിരുന്നാലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ചില സിംറ്റംസിനെ പറ്റി പറയാം. റെക്കറൻറ്റ് ഹെഡേക്ക്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തലവേദന, കാഴ്ചയിലുള്ള വ്യത്യാസം, ക്ഷീണം, തളർച്ച, നെഞ്ചുവേദന, നടക്കുമ്പോൾ കിതപ്പ്, ചെവിയിലുണ്ടാകുന്ന മുഴക്കം, അതേപോലെ നോസ് ബ്ലീഡ്. പ്രഷർ പെർസിസ്റ്റൻ്റായിട്ട് കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് അവയവങ്ങളെ ബാധിക്കും. അതായത് ഇപ്പം നമുക്ക് ബ്രെയിനിനെ ബാധിക്കുമ്പോഴാണ് സ്ട്രോക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഹാർട്ടിനെ ബാധിക്കുമ്പോഴാണ് ഒന്നീ അറ്റാക്കായിട്ടോ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ആകുന്നത്. കിഡ്നിയെ ബാധിക്കുമ്പോൾ നെഫ്രോപ്പതി ചേഞ്ചസ് വന്നു എന്ന് പറയും. കണ്ണിൻ്റെ കൃഷ്ണമണിയെ ബാധിക്കുമ്പോഴാണ് റെറ്റിനോപ്പതി വരുന്നത്. ഇതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടതാണ്, BP ചെക്ക് ചെയ്യേണ്ടതുമാണ്. ഇനി ഇതൊക്കെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? BP കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് പ്രോപ്പറായിട്ട് എടുക്കുകയും പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യേണ്ടതും ആവശ്യമാണ്. ഇതോടൊപ്പം നമുക്ക് ചെറിയ കുറച്ച് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ BP ഏറെക്കുറെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നതാണ്. ആദ്യമായിട്ട് വളരെ ഇമ്പോർട്ടൻറ്റും പക്ഷേ ഓഫൺ വെരി നെഗ്ലക്റ്റഡും ആയിട്ടുള്ളൊരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത്. ഇന്നത്തെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഇമ്മൻസ്ലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ പുതിയ യങ്ങർ ജനറേഷനിൽ പോലും ഭയങ്കര സ്ട്രെസ്സും ആങ്സൈറ്റിയും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ്സും ആങ്സൈറ്റിയും പെർസിസ്റ്റൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ BP കൺട്രോൾ ആകാൻ ചാൻസ് കുറവാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? റിലാക്സേഷൻ ടെക്നിക്സ്, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയത് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉറക്കം എന്ന് പറയുമ്പോൾ നമ്മൾ 8 മണിക്കൂർ തന്നെ ഉറങ്ങണമെന്നില്ല. നമുക്ക് റെസ്റ്റ്ഫുൾ സ്ലീപ്പാണ്. അതായത് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു റിഫ്രഷ്ഡ് ഫീല് വരുന്ന അത്രത്തോളം നമ്മൾ ഉറങ്ങേണ്ടതാണ്. ഇപ്പോൾ എന്നെയൊക്കെ പേഷ്യൻ്റ് കാണാൻ വരുമ്പം BP കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കുന്ന തലേന്ന് ഉറങ്ങിയോ എന്നുള്ളത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ പറയുന്ന ഉറക്കം എന്നുള്ളത്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഡയറ്റ്. ഹൈപ്പർ ടെൻഷനായിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഡാഷ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിനകത്ത് കൂടുതലായിട്ടും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മുഴുധാന്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറയും. അതോടൊപ്പം തന്നെ നട്ട്സ്, ആൽമണ്ട്സ് ഒക്കെ ഏറെക്കുറെ നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യും. പഴവർഗ്ഗങ്ങൾ എന്തിനാണ് എൻകറേജ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പൊട്ടാഷ്യം, മാഗ്നീഷ്യത്തിൻ്റെ അളവ് ബ്ലഡ് പ്രഷറിന് കൺട്രോൾ ആക്കാൻ സഹായിക്കും. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോഡിയം സോൾട്ടിൻ്റെ ഇൻടേക്ക്. നോർമലായിട്ടുള്ളൊരു വ്യക്തി 5 ഗ്രാം, അതായത് 1 ടീസ്പൂണിന് താഴെ മാത്രമാണ് ഒരു ദിവസം എടുക്കാൻ പാടുള്ളൂ. ഹൈപ്പർ ടെൻഷൻ ഉള്ളൊരു വ്യക്തി 1500 ഗ്രാമിന് താഴെ മാത്രമാണ് എടുക്കാവുന്നത്. ഇത് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞാൽ അനാവശ്യമായിട്ട് കറികൾക്കകത്ത് ഉപ്പിടുന്നത് അവോയ്ഡ് ചെയ്യുക, പ്രോസസ്ഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, ബേക്കറി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, പപ്പടം, അച്ചാർ തുടങ്ങിയത് കുറയ്ക്കുക. ഇനി വേണ്ടിയത് വ്യായാമം. ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് എങ്കിലും നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ ജിമ്മിൽ തന്നെ പോകണം എന്നില്ല. നമ്മളൊരു ബ്രിസ്ക് വാക്ക്
ഡെവലപ്പ് ചെയ്താലും മതി. ബ്രിസ്ക് വാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരമണിക്കൂർ കൊണ്ട് 3 കിലോമീറ്റർ കവർ ചെയ്യുന്നുള്ളൊരു സ്പീഡ്. ആ ഒരു വ്യായാമ ശൈലി നമ്മുടെ ദിനചര്യയിൽ വന്നാൽ തന്നെ നമ്മുടെ BP-യിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും. പിന്നെ അമിതവണ്ണം. നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇത്ര ഹൈറ്റിന് ഇത്ര വെയിറ്റും അതിനൊരു കട്ട് ഓഫ് ഉണ്ട്. ഇപ്പോൾ 25-ന് മേളിലായിട്ടാണ് നമ്മൾ ഓവർ വെയിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതേപോലെ സ്മോക്കിങ്ങും ആൽക്കഹോളും അവോയ്ഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് BP ചെക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മൾ ഹൈപ്പർ ടെൻഷന് മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഡോക്ടർ പറയുന്ന മെഡിസിൻസ് പ്രോപ്പറായിട്ട് കഴിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് പ്രഷർ ഏറെക്കുറെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുമൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് തടയാൻ പറ്റും. താങ്ക് യു.